എ ടിപ്പിക്കൽ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ. അതല്ലാതെ വേറെ മരണകാരണമൊന്നും പറയാനില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോലീസ് റിപ്പോർട്ടിലും അല്ലേ? അതെ അതെ. കണ്ടില്ലേ, ഇന്റാക്ട് ആയിട്ട് മുഖം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈസ് എ കംപ്ലീറ്റ് മെസ്. ഒടിയാനും ചതയാനും ഇനി ഒന്നും ബാക്കിയില്ല. മാം പറയുന്നത് കേൾക്കുന്നില്ലേ? ഓ സർ, ഇവിടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. ഇവിടെ അയ്യോ, എടാ മാഡത്തിന് 6 മണിക്ക് ഒരു റിസപ്ഷൻ ഉണ്ട് അല്ലേ മാം? അതെ, ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമ്പോ തന്നെ പഴകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ വൈകിക്കണ്ട. ഈ പാട് ഇൻക്വസ്റ്റിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ഒബ്സർവേഷനിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും? നോ, റിപ്പോർട്ട് നിങ്ങളും വായിച്ചതല്ലേ? അതെ, എനിക്ക് ഒരു 5 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കണം. ഫേസിന്റെ ക്ലോസ് ഷോട്ട്സ്, എല്ലാ പോസിബിൾ ആംഗിൾസ്, പിന്നെ ഫുൾ ബോഡി, ഇഞ്ച് ടു ഇഞ്ച്, എവറി മാർക്ക് ഇൻ ഡീറ്റെയിൽ. ഡോക്ടർ പ്ലീസ് കം, പ്ലീസ് കം. സാർ, അയ്യോ ഇല്ല സാർ. ഞാൻ എത്തിക്കോളാം സാർ. ഇല്ല സാർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം സാർ. CM ആയിരുന്നു. കളിയാക്കുന്നോടാ? അല്ല പിന്നെ, ചില നേരത്തെ സാറിന് പഴയ നാടകത്തിലെ 4 പോലീസിന്റെ ഊര മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക, ഫോണിൽ കൂടെ സല്യൂട്ട് ചെയ്യുക, അവിടെ ചീത്ത വിളിച്ച ഇവിടെ മൂത്രം ഒഴിക്കുക. നാണമില്ല സാറേ? അയ്യേ. എന്നിട്ട് ബോഡി എക്സാമിൻ ചെയ്തിട്ട് എനി ലീഡ്സ്? അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ IG ബാലുവിന്റെ IG ബാലുവോ? നിന്റെ കീഴാഫീസറാണോട് IG ബാലഗോപാലൻ സാർ. ബാലഗോപാലൻ സാർ. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രത്നകുമാരി. ഷീസ് ടു ഗുഡ് എ പ്രൊഫഷണൽ. അങ്ങനെ ഒന്നും മിസ് ചെയ്തിട്ട് തോന്നുന്നില്ല. എക്സെപ്റ്റ് ഈ മുറിവ് അടികൊണ്ട പാടാ. എന്ന് വെച്ചാൽ കമ്പിളികണ്ഠൻ ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് 6 സ്റ്റിച്ചിട്ടാ പാടും. അതുകൊണ്ട് സാർ, ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. മഹാസ്ട്രലിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു. അയ്യോ, മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തെന്നല്ല, അങ്ങനെ ആവണമെന്നുമില്ല. നീ അവരോട് ചോദിച്ചില്ലേ? ചോദിച്ചു. ഇതിന്റെ പേര് മോളിൽ തെറിവെല്ലാം വരുവോ? നീ പറഞ്ഞു കുഴപ്പിച്ചോ? ഇല്ല സർ, ഒരു IPS കാരന്റെ 2ാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവരുടെ വെർഷൻ കറക്റ്റ് ആണ്. മരണവുമായി ഈ മുറിവിന് ബന്ധമില്ല. ഇത് മരണ കാരണമോ കാരണങ്ങളിലൊന്നോ അല്ല. സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല. അങ്ങനെ പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു സാർ. ഈ ജോസ് മരിക്കുന്നതിന് മുമ്പ്, അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ഒരു ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മടിയാകാം, ലാത്തി, ക്ലബ്ബ്, വാക്കിംഗ് സ്റ്റിക്ക്, ചുറ്റിക, എനിത്തിങ്. വെറുമടിയല്ല, ലോഹം. അങ്ങനെ എന്തോ കൊണ്ട് അടിച്ച മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ്. അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല. പിന്നെ കണ്ടാലറിയാം സാർ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ, ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും. IPS കാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല. ഓഹോ, അതെന്താ സാർ? ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാര്, അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ, ചത്തവന്റെ ബോഡി വായിക്കാറില്ല. വേണോടാ? വേണ്ട. ഇനി വേറെന്തെങ്കിലും ഉണ്ട് സാർ. ചോദ്യങ്ങളാണ്. അത് ശരി. അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ? യെസ്, മർഡർ ആണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആവാം അല്ലേ? അതെ സാർ, ഈ മഹാനഗരത്തിൽ ഒരു വർഷം 100 കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു.
ഈ ഇനത്തിൽ മേഡേഴ്സ്, അജ്ഞാത മൃതദേഹങ്ങൾ, അങ്ങനെ പലതും. അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല, ഒന്നോട്ട് തെളിയാറുമില്ല, അല്ലേ? അതെ. പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? എടാ അത് ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സാർ? നിങ്ങളോ അതോ നിങ്ങൾ ഇത് ഏൽപ്പിച്ച മുഖ്യമന്ത്രി? ഇതിപ്പോ ഒരു മർഡർ ആണോ എന്ന് ചോദിച്ചാൽ CM അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് സാർ. നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി, ബാക്കി വഴിയെ. ബാക്കി വഴി അറിയണം, ചോദിക്കും. ആരോട്? മുഖ്യമന്ത്രിയോടോ? ഡാ എന്നാ സാർ ചോദിക്കണോ? പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പലെ? നമുക്കൊന്ന് ചോദിച്ചാലോ സാർ? ഓ, ഇവനെന്റെ തല തെറിപ്പിക്കും. ആ രാത്രി ഗസ്റ്റ് ഹൗസില് എടാ CM കാണുന്നു. ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് 9 PM. ലാൽ സലാം. CM, ഇനി ഒന്ന് ശ്വാസം വിട്ടെ. അയ്യോ CM, ശ്വാസം പിടിക്കാനല്ല. നല്ല ആളോടാ. കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ സർ ബുദ്ധിമുട്ടായിട്ട്? കേൾക്കുന്നില്ലേ? എന്തുവാ? അതായത് നമ്മള് രാവിലെ ഒരു കട്ടനും കൂടി ചേച്ചിച്ചതിരിക്കുമ്പോ ശരിയാവുന്നില്ല. വായ്ക്ക് രുചിയായിട്ടൊരു ശോധനയില്ല. എന്റെ ഭഗവതി, സത്യം. അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി. അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല. മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം, ഇത്തവണ ശരിയായിക്കോളും. ഓ, എവിടെ? ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലണ്ടനിലെ ആശുപത്രിയിൽ പോയി കിടക്കണം. എനിക്ക് ലണ്ടനാ പഥ്യം. ഇവിടെ പോഴന്മാരാ ഈ ഡോക്ടേഴ്സ്. എന്റെ പൊന്നു ഡോക്ടർ. ശരി സർ, നാളെ രാവിലെ. മാഡം എടാ, ഞാൻ 20 സെക്കൻഡ് ദുബായിലെത്തും. പിന്നെ അവന്മാരാ ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല. കുത്തിപ്പിടിച്ചിങ്ങ് മേടിച്ചോണം. ചുമ്മാ പപ്പ വെറുതെ പൊട്ടം കളിക്കുന്നല്ലേ മമ്മി. എല്ലാം അറിയാം, ഏത് ഡീലാ, എത്ര എമൗണ്ടാ, എല്ലാം ചുമ്മാ. പറയാം. ഐജി ഷിഹാബുദ്ദീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിട്ടോണ്ട് പോയച്ചാ മതി. ആരെങ്കിലും കാണാൻ വന്ന് നിൽക്കുമ്പോ ഉടനെ അങ്ങോട്ട് ഓടിച്ചെന്നോളൂ. കക്ഷം കാണിച്ചോണ്ട് അങ്ങോട്ട് ഊരിക്കേ. ഇപ്പൊ വരും. അഭി ആയേഗാ? ആയേഗാ. എടാ തന്നെ എന്തിനാണ് കുറെ നേരം അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്? സർ മുझे മൂഞ്ചാർ में പോസ്റ്റിംഗ്. എടാ മൂഞ്ചാറല്ല, മൂന്നാർ. പന്നിയുടെ ഇന്നാ മൊരങ്ങോടൻ. അല്ലെങ്കിൽ തന്നെ പേര് കേട്ടാ മതി. ഇപ്പൊ ചൊറിയാൻ. CM, ഇയാളാ ഇടുക്കിയിലെ പോസ്റ്റിംഗിന്റെ മറ്റേ ജഹാംഗീറിന്റെ. കണ്ടാ മതി. ജി സർ. എവിടെയോ മറ്റവൻ പുറത്തുണ്ട്. വിളിപ്പിക്കണോ സഹദേവാ? എന്നാ ഇത് കൂടെ കഴിച്ചേച്ച് ഇങ്ങോട്ട് വാ. പാർട്ടി സമ്മേളനം എല്ലാം തോക്കുവാന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ എടുത്തോട്ടാ. അത് പിന്നെ പണ്ടേ ഉള്ള രീതിയാ. കൂടെ നിൽക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ട് കളയും. അതിന്റെ ആയിപ്പോ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഞങ്ങൾക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ചാ ഞാനും പിള്ളേരും. നീ അകത്ത് പോ. സർ, എക്സ്ക്യൂസ് മീ. വാ. ഗുഡ് ഈവനിങ് സർ. നരിയോ പുലിയോ എന്താടോ ഇവന്റെ? സർ, നരേന്ദ്രൻ. അസിസ്റ്റന്റ് കമ്മീഷണറാ സർ. ഇവൻ ആളിത്തിരി അധികം പറ്റാണോ തന്റെ ഈ നോമിനി? അയ്യോ സാർ, ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ. സർ, ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു CM ഇങ്ങനെ നേർക്ക് നേരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ? സാർ, ഞാൻ ഗാർഡിലുണ്ടായിരുന്നു 2.5 വർഷം. അവസാനത്തെ ടൈമിൽ, പിന്നെ അവസാനം വരെ. നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു. CM എന്താ ഈ കേസിൽ പ്രത്യേക താല്പര്യമെന്ന്? സർ, നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കയറണ്ട. സർ, തന്നെ പോലെ തലതെറിച്ച ഗീതാഫീസർമാർക്ക് ഇയാളെ പോലെ പോളന്മാരായ മേലാഫീസർമാര് പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല. അതുകൊണ്ടാ നേരിട്ടെന്നെ കാണാൻ വിളിപ്പിച്ചത്. അറിയാമല്ലോ, അണികളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല, ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വ്യയം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എ സ്ട്രോങ് ഫേസ്. സർ, അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടി വരും. അങ്ങനെ ഒരു ഇടപാടാണിതും.
ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണമെന്ന് പറഞ്ഞേക്കണം ഇവനോട്. പറയാം സാർ. ഓക്കെയോ? സർ. എടോ എടോ പുലി, സർ. തനിക്കെന്റെ ഈ എടാപോടാ വിളി അത്രയ്ക്ക് അങ്ങോട്ട് ശീലപ്പെടുന്നില്ല അല്ലേ? ഇല്ല. ഉം. സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരു ഇമ്പം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ സഖാവിന്റെ ഒരു കീഴാഫീസറാണെന്ന് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. പക്ഷെ CM ചുമ്മാ കയറി പൊട്ടനെന്നും പോഴനെന്നും വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം, വെറും ഒരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആരഗൻസ്, അത് മാത്രമേ ഉള്ളൂ സർ. കേട്ടില്ല. പേടിച്ചതാ സാർ. പേടിച്ചതാ മോൻ. പോഴൻ സാർ. ഒന്നുമില്ലെന്നേ. എന്ത് പറ്റി? ഷോക്ക് അടിച്ചോ? കുന്തം. ആ കുറിപ്പിനോട് ഈ ലൈനൊക്കെ ഒന്ന് നോക്കിക്കാൻ പറയണം. എടാ നോക്കട്ടെ. അത്രേ ഉള്ളൂ. പോയേ. ഇങ്ങോട്ടോ. ഇന്നെന്താ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ലേ? കുറച്ചു കാലം കൂടെ ഓടും. നമുക്ക് ആ തോമസ് ആനിന്റെ ഇൻസ്റ്റാൾമെന്റുകാരെ ഒന്ന് വിളിപ്പിച്ചാലോ? എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോ മനസ്സിലായെന്നരിക്ക് എന്താ CMന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസില്? ഊഹം. ഒരു പോലീസുകാരന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം. അത് ചിലപ്പോ 199 തെറ്റിന്നിരിക്കും. തെറ്റാണെന്ന് തോന്നുന്നത് മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോടും. പക്ഷേ ശരിയെന്ന് ഉറപ്പുള്ള ആ ഒരെണ്ണം ഉണ്ടല്ലോ, അതൊരുത്തനോടും പറയില്ല, ഒടുക്കം വരെ. കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. മനസ്സിലായോടി കഴിവേ? നോക്കിയോ റെക്കോർഡ്സ് ഒക്കെ? സാർ കിട്ടിയിടത്തോളം. സർ, CI ജലപാലൻ ഡ്യൂട്ടിയിലാണ്, പക്ഷെ സ്ഥലത്തില്ല. ആരാ സ്റ്റേഷൻ ഇൻചാർജ്? അയ്യപ്പൻ നായർ ASI സർ. എന്റെ ഫോണിൽ വിളിച്ചപ്പോ ഞാൻ അത് സാർ, ഇന്നലെ രാത്രി മാട്ടുപ്പെട്ടിയിൽ ഒരു റിസോർട്ട് റെഡി ചെയ്തപ്പോ എന്നാണ് ചിരിക്കുന്നത്? പൊടിയൊളിയാ. ഞാന് ഇതുങ്ങളുടെ മൊഴി എടുത്തോണ്ടിരിക്കുമ്പോഴാ ഇദ്ദേഹം. അയ്യപ്പനാരെ ചെവിന്നാ ചീട്ടെടുത്ത് മാറ്റ്. എന്തോ ചെവിന്നാ ചീട്ടെടുത്ത്. എന്നിട്ട് എവിടെയുണ്ട് CI ജലപാലൻ? അയ്യോ, ഇദ്ദേഹം വരുന്നു വിളിച്ചു പറഞ്ഞ അന്നേരം മുതൽ എങ്ങോട്ടും ഇല്ലാതെ കണ്ട് നിൽക്കുമ്പോഴാ ദേണ്ടേ മുഖ്യമന്ത്രി കഞ്ചാവോട്ടം വെട്ടാൻ വരുന്നു. TV-കാർക്ക് ക്യാമറയെ പിടിക്കാൻ ഒത്ത സ്ഥലം കണ്ടുവയ്ക്കണമെന്നും പറഞ്ഞ് ഇവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളി വരുന്നത്. നിന്നെ നിപ്പി വണ്ടി എടുത്തോണ്ട് ഒരൊറ്റ പോക്ക് പോയതാ CI അദ്ദേഹം. നേരെ സർ. ഈ ജോസ് എങ്ങനെ ഉണ്ടായിരുന്നു ആള്? അയ്യോ സാർ, അങ്ങനെ ചോദിച്ചാല് അയ്യോ സാർ, ഈ ജോസ് എന്നൊരു കേൾവി എപ്പോഴും ഇങ്ങനെ നിപ്പുണ്ടെന്നല്ലാതെ അടിയോ പിടിയോ കേസോ അങ്ങനെ മുൻറെക്കാർഡായിട്ടൊന്നുമില്ല സാർ നമ്മുടെ സ്റ്റേഷനില്. നായര് നേരിട്ട് കണ്ടിട്ടുണ്ടോ ഈ ജോസിനെ എപ്പോഴെങ്കിലും? ഇല്ല സാർ. ഇതാരാ ഇയാള്? പമ്പിന്നുള്ള ബില്ല് പിടിക്കാൻ വന്നതാ, ഡീസൽ അടിച്ചെന്റെ. സോമിക്ക. ഇതാരാ നായരെ? ഈ കമ്പിളി കണ്ടം പാപ്പി. അത് സാർ ഈ ജോസ് എന്ന് പറയുന്നതിന്റെ ചേട്ടനാ, കൊമ്പ് വേട്ടക്കാരനായിരുന്നു. ആളിപ്പോ ഒരു 10-18 കൊല്ലം കൊണ്ട് തീർത്തും കിടപ്പാ സാറേ, മിണ്ടാനും എടുക്കാനും നോക്കാതെ. അപ്പൊ ഇതാരായിരുന്നു നായരെ? ജോസ് സാർ. 87 ഒരു ഫോറസ്റ്റ് ഗാർഡിനെ വെടിവെച്ചതടക്കം 9 ക്രിമിനൽ കേസ് ഉണ്ട് നാളിതുവരെ ഈ ജോസിന്റെ പേരിൽ, ഇവിടെ 3 സർക്കിളുമായിട്ട്. പക്ഷെ ഒന്നിനൊരു രേഖയുമില്ല, ഒരു റെക്കോർഡ്സും ഇല്ല ഒരു സ്റ്റേഷനിലും. അയ്യോ സാറേ, അവന് മേളിലും താഴെ എല്ലായിടവും വലിയ പിടിപാടായിരുന്നു സാറേ. ഓരോ കാലത്ത് ഓരോന്നായിട്ട് തേച്ച് മാച്ചും കൊടുത്തതാ മുമ്പിരുന്നവര് ഓരോരുത്തന്മാര്. ജോസ് ഇവിടെ വരാറുണ്ട് മരിക്കുന്നത് വരെ. കൃത്യമായി തവണ അടയ്ക്കാറുണ്ട് ഓരോ വിളവിനും. ഓണം, വിഷു, തിരുവാതിര, പള്ളിപ്പെരുന്നാള്, ക്രിസ്മസ്, ഓരോ വിശേഷത്തിനും ഓരോ സീസണിലും ഓരോരുത്തർക്കും. താൻ കണ്ടിട്ടുണ്ട് ജോസിനെ, കൈ നീട്ടി വാങ്ങിയിട്ടുണ്ട് അല്ലടോ? സർ, പിന്നെ നേരത്തെ ചോദിച്ചോ പറയായിരുന്നേ.
പറയരുന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെ ജലപാലൻ സാർ? അതോ അതിന് മോണി വല്ലവരും? ഇല്ല സാർ. അല്ലേ? എവിടോ ഡീസൽ അടിച്ച ബില്ല്? അത് KL01GQ13932. ഇതാരും വണ്ടിയാ? ഇന്ന് രാവിലെ ബങ്കിൽ വന്ന് ജലപാലൻ സാറ് ഡീസൽ അടിച്ചിരുന്നു അല്ലേ? അത്ഭുത പ്രവൃത്തിയൊന്നും അല്ലടോ. ഇന്ന് കാലത്ത് മുതൽ ബാറിലും ബങ്കിലും പെട്ടിക്കടകളിലും വരെ അന്വേഷിച്ചു ജലപാലൻ സാറിന്റെ ലീലാവിലാസങ്ങൾ. മുസ്തഫ സർ. അറസ്റ്റ്. അയ്യോ സാറേ, അയ്യോ കാല് പിടിക്കുന്നുണ്ടോ കഴുതേ? പെൻഷൻ വാങ്ങിയുള്ള വഴിയാണ് പിന്നെ തത്തളേ. മാറി നിൽക്കണോ? മാറി നിൽക്കണം. ലോകം അവസാനിക്കും മുമ്പ് ജലപാലൻ പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ വന്ന് കാണാൻ പറയണം. മനസ്സിലായോ? മനസ്സിലായോ?